ഒന്ന് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ചുംബനമാണ്. ശിഷ്യഗണങ്ങളുടെ പാദം കഴുകി ചുംബിച്ച യേശുക്രിസ്തു അതേ സ്ഥാനത്ത് യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ച് കരാറുറപ്പിച്ചു വന്ന യൂദാസിന് അവിടെ കാണാം. യൂദാസിനോട് ഈ കരാറുറപ്പിച്ചവർ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുക്രിസ്തുവിനെ അറിയില്ലല്ലോ. അപ്പോഴാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തു എങ്ങനെ തിരിച്ചറിയുമെന്ന് ഈ ആളുകൾ ചോദിച്ച സമയം യൂദാസ് പറഞ്ഞു, ഞാൻ ആരെയാണ് ചുംബിക്കുന്നത്, അവരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. നേരെ വന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ ചുംബിക്കുകയും ഒറ്റുകൊടുക്കുകയും 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുക്കുകയും ചെയ്ത യൂദാസിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇവിടെ കേക്ക് നൽകുന്നവരും അതോടൊപ്പം തന്നെ ഇവിടെ ജാമ്യം കിട്ടുമെന്ന് പറയുന്നവരും അവരൊന്നും യേശുക്രിസ്തുവിന്റെ ചുംബനമല്ല, പകരം യൂദാസിന്റെ ചുംബനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്നും മറ്റും നമുക്ക് കേൾക്കുന്ന വാർത്തകൾ. അതുകൊണ്ട് മതസ്വാതന്ത്ര്യം അപകടത്തിൽപ്പെട്ട ഒരു സമയത്ത് ഈ ഇന്ത്യ എന്ന ആശയത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഘട്ടത്തിൽ എന്നും മുസ്ലിം ലീഗ് പോരാട്ടം നടത്തിയിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹം നമുക്കറിയാം, ഓമന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങളും ഇരിക്കുന്ന വേദിയാണ്. മലപ്പുറം ജില്ലയിൽ മലപ്പുറം കോട്ടപ്പടിയിൽ തല ഉയർന്നു നിൽക്കുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിന് ഭരണകൂടം അധികൃതർ അനുമതി നിഷേധിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ക്രൈസ്തവ സഹോദരന്മാർ അതിന് ആത്മീയ നേതൃത്വം മുട്ടിയ വാതിൽ കൊടപ്പനക്കൽ തറവാട്ടിലായിരുന്നു. പിന്നീട് പാണക്കാട് PMS പൂക്കോയ തങ്ങൾ നേരിട്ടിടപെട്ടുകൊണ്ട് ആ ക്രൈസ്തവ ചർച്ചിന്റെ അനുമതി വാങ്ങിച്ചു കൊടുത്തുവെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ മതസൗഹാർദ്ദം എന്നുള്ളത് ലോകം മുഴുവനും ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുമ്പോൾ മാർപ്പാപ്പയെ നേരിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവും അവിടെ സംസാരിക്കുകയും അതിനുശേഷം വത്തിക്കാന്റെ അകത്തളത്തിൽ പോലും മുസ്ലിങ്ങൾക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയ മാർപ്പാപ്പയുടെയും വത്തിക്കാന്റെയും ശ്രേഷ്ഠത ഈ മലയാളി മനസ്സിനോട് പറയുകയും ചെയ്ത പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ബഹുമാന്യനായ തങ്ങളെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് നമുക്കറിയാം, കേരളത്തിന്റെ ഈ മതസൗഹാർദ്ദം, ഈ മതേതരത്വം, ജനാധിപത്യം അതിന് ഏറ്റവും വലിയ നിലനിൽപ്പ്